മുല്ലപ്പെരിയാർ സംബന്ധിച്ച ആശങ്ക പരിഹരിക്കാൻ ടണൽ നിർമ്മിക്കണമെന്ന് ടണൽ സമരസമിതി. ഈ ആവശ്യം ഉന്നയിച്ച് സംഘടന നടത്തുന്ന സമരം 78-ാം ദിവസം പിന്നിട്ടു. ഡാമിൽ 50 അടിയിൽ ടണൽ നിർമ്മിച്ച് തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുക്കി ആശങ്ക പരിഹരിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം വൈപ്പിനിൽ ടണൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരം 78 ദിവസം പിന്നിട്ടിരിക്കുകയാണെന്ന് സംഘടനാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2011 മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ഇന്നുള്ള ടണലിനേക്കാൾ താഴ്ന്ന വിധാനത്തിൽ ഒരു പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. 2014 സുപ്രീം കോടതി വിധിയിൽ ഇത് അംഗീകരിക്കുകയും എത്രയും പെട്ടെന്ന് പ്രായോഗികമായ പരിഹാരം നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ലെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഗവൺമെന്റ് പുതിയ ഡാം എന്ന പിടിവാശിയുമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നവംബറിൽ ഈ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തുന്നത് സംബന്ധിച്ച് നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സെൻട്രൽ വാട്ടർ കമ്മീഷന് ഒരു കത്തയച്ചിരുന്നു. സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ അത്തരമൊരു ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തുന്നതിനുള്ള എല്ലാ സാങ്കേതിക സഹായവും തരാൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ സന്നദ്ധമാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ നിന്നുള്ള മറുപടി കിട്ടിയിട്ടുണ്ട്. അതിൽ ആ മറുപടിയുടെ കോപ്പിയാണിത്. അതിലവർ പറയുന്നത് ഇത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സമവായം, ആദ്യം അതാണ് ഉണ്ടാവേണ്ടത്. സമവായം ഉണ്ടാക്കി സെൻട്രൽ വാട്ടർ കമ്മീഷനെ സമീപിച്ചാൽ, സുപ്രീം കോടതിയും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ. മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഏത് സമയവും രണ്ട് സ്റ്റേറ്റുകൾക്കും കോടതിയെ സമീപിക്കാം, ഈ ടണൽ നിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതിയുടെ വിധിയിലും പറഞ്ഞിട്ടുണ്ട്. പ്രധാനം മലയാളികളുടെ ഭയാശങ്കകൾ അവസാനിക്കുമല്ലോ എന്ന് കോടതി എണ്ണി പറഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠവും ഇന്ത്യയിൽ ഡാം സംബന്ധിച്ച് പരമോന്നത സാങ്കേതിക സ്ഥാപനമായ സെൻട്രൽ വാട്ടർ കമ്മീഷനും പറഞ്ഞിട്ടും ഗവൺമെന്റ് എന്തിനാണ് പിടിവാശിയെന്ന് നേതാക്കൾ ചോദിച്ചു. 50 അടിക്ക് പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി പെരിയാറിന്റെ തീരപ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും നേതാക്കളായ സർ CP റോയി, രമേശ് രവി, JV മോഹൻ, ഡേവിസ് അട്ടിപ്പേറ്റി, ബേബി ഐസക്, ആർട്ടിസ്റ്റ് ഷിജിൻ തോമസ് എന്നിവർ ആവശ്യപ്പെട്ടു.